ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വെർബിന്റെ ഉപയോഗമാണ്. ആ വെർബാണ് ഹാവ് എന്നുള്ള വെർബ്. ആ വെർബിന് പല അർത്ഥങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുക. എനിക്കൊരു വീടുണ്ട്, അവനൊരു വീടുണ്ട്, ഞങ്ങൾക്കൊരു വീടുണ്ട്. ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടി ഈ വെർബ് ഉപയോഗിക്കും. ഈ വെർബിന് മറ്റർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഹാവ് ഉപയോഗിക്കാറുണ്ട്, അത് പിന്നീട് കാണാം. അതോടൊപ്പം മറ്റു വാചകങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ ഉപയോഗിക്കും, അത് നമുക്ക് പിന്നീട് കാണാം. ഇത് ഈ വെർബിന്റെ പ്രധാനപ്പെട്ട ഉപയോഗമാണ്. എന്ത്? പൊസഷൻ, ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടി ഈ വെർബ് ഉപയോഗിക്കും. ബേസ് ഫോമില് ഹാവ്, ഉണ്ടായിരിക്കുക. പ്രസന്റ് ഫോമില് പ്ലൂരലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ഹാവ് എന്നുള്ളത് പ്ലൂരല്, ഹാസ് സിംഗുലർ. ഹാസ് എന്നുള്ളതാണ് സിംഗുലർ. അർത്ഥം ഉണ്ട്. എനിക്കൊരു വീടുണ്ട്, അവനൊരു വീടുണ്ട്, അങ്ങനെ പറയുന്ന ഉണ്ട്. പാസ്റ്റ് ഫോമിലാണ് ഹാഡ്, ഉണ്ടായിരുന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഹാഡ് എന്ന് തന്നെയാണ്. ഈ 4 ഫോംസ് എല്ലാ വെർബ്സിന്റെ അറിഞ്ഞിരിക്കണം. എളുപ്പമാണ്, ബുദ്ധിമുട്ടുള്ളതല്ല. ഇന്ന് നമ്മൾ കാണുന്നത് സിംഗുലറിന്റെ ഉപയോഗമാണ്. സിംഗുലർ, ഹാസിന്റെ ഉപയോഗം. കഴിഞ്ഞ ക്ലാസ്സിലെ ഹാവിന്റെ ഉപയോഗം നമ്മൾ കണ്ടു. മറ്റു ക്ലാസ്സുകളിൽ കണ്ടതുപോലെ ഇവിടെയും 4 ടൈപ്പ് വാചകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യം ഇവിടെയും ആവർത്തിക്കുകയാണ്. മലയാളത്തിലൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മലയാളത്തിന്റെ ഒരു പ്രത്യേകതയാണ് പ്രസൻസിനെ കാണിക്കാൻ വേണ്ടിയും ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടിയും ഉണ്ട് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കും. ഉദാഹരണമായിട്ട് അവൻ ഇവിടെ ഉണ്ട്, അത് പ്രസൻസാ, സാന്നിധ്യം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹി ഈസ് ഹിയർ, ഹി ഈസ് ഹിയർ. അവൾ ഇവിടെയുണ്ട്, ഷീ ഈസ് ഹിയർ. അങ്ങനെയാ പറയുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ അവനൊരു വീടുണ്ട്, അവനൊരു വീടുണ്ട്, അവിടെയും ഉണ്ടെന്ന് തന്നെ പറയുക. പക്ഷെ അത് പൊസഷനാണ്, ഉടമസ്ഥതയെ കാണിക്കാൻ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹി ഹാസ് എ ഹൗസ്, ഹി ഹാസ് എ ഹൗസ്. ചിലപ്പോൾ സ്റ്റുഡൻസ് തെറ്റ് വരുത്താറുണ്ട്. അവൻ ഇവിടെയുണ്ട്, ഹി ഹാസ് ഹിയർ എന്ന് പറയും. ഹി ഹാസ് ഹിയർ. അവർ മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുതുകയാണ്. തെറ്റാണത്. കാരണം ഹി ഈസ് ഹിയർ ആണ് പ്രസൻസ്. ഹി ഹാസ് എന്ന് പറയുമ്പോൾ പൊസഷനാണ്. പക്ഷേ മലയാളത്തിലെ ഒരു വ്യത്യാസം നമ്മൾ വരുത്തും. ഇവിടെ അവൻ ഇവിടെയുണ്ട്, അവൻ എന്നാ പറയുക. എന്നാൽ പൊസഷൻ കാണിക്കുമ്പോൾ അവന് ഒരു വീടുണ്ട്. അവൻ ഒരു വീടുണ്ടല്ല, അവന് ഒരു വീടുണ്ട്. അവൾക്ക് ഒരു വീടുണ്ട്, ഞങ്ങൾക്ക് ഒരു വീടുണ്ട്. ഇവിടെയാണെങ്കിൽ അവൻ ഇവിടെയുണ്ട്, ഞങ്ങൾ ഇവിടെയുണ്ട്, അവൾ ഇവിടെയുണ്ട്. ആ രീതിയിലാണ് പറയുക. ആ വ്യത്യാസം മലയാളത്തിലുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് തുടങ്ങാം. ഇപ്പൊ സിംഗുലർ, ഇതെല്ലാം സിംഗുലർ ആണ്. ഹി, ഷീ, രാജു. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. അവൻ എഴുതാറുണ്ട്, ഹി റൈറ്റ്സ്, ഹി റൈറ്റ്സ്. അവൻ എഴുതാറുണ്ടോ? ഡസ് ഹി റൈറ്റ്, ഡസ് ഹി റൈറ്റ്. നേരത്തെ പഠിച്ചിട്ടുണ്ട്. അവൻ എഴുതാറില്ല, ഹി ഡസിൻ റൈറ്റ്, ഹി ഡസിൻ റൈറ്റ്. അവൻ എഴുതാറില്ല. നെഗറ്റീവ് ചോദ്യം, ഡസിൻ ഹി റൈറ്റ്, ഡസിൻ ഹി റൈറ്റ്. അവൻ എഴുതാറില്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും. അതുകൊണ്ടാണ് ഒരുമിച്ച് നമ്മൾ കാണുന്നത്. നേരത്തെ അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. ഇവിടെ റൈറ്റ്സിന് പകരം ഹാസ്, സിംഗുലർ ഹാസ് വയ്ക്കും. കാരണം ഹി, ഷീ, രാജു എല്ലാം സിംഗുലർ ആണ്. ഹാവ് പ്ലൂറലാണ്. ഇംഗ്ലീഷിൽ നിയമം ഉണ്ടല്ലോ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഹി ഹാസ് എ ഹൗസ്, ഹി ഹാസ് എ ഹൗസ്, ഹി ഹാസ് എ ഹൗസ്. അവന് ഒരു വീടുണ്ട്. ഷീ ഹാസ് എ ഹൗസ്, അവൾക്ക് ഒരു വീടുണ്ട്. രാജു ഹാസ് എ ഹൗസ്, രാജുവിന് ഒരു വീടുണ്ട്. ഇതുപോലെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഹി ഹാസ് എ കാർ, ഹി ഹാസ് എ ഫാമിലി, ഹി ഹാസ് സം ബുക്സ്, ഹി ഹാസ് മെനി ഫ്രണ്ട്സ്. അതിന്റെ മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്തതിലേക്ക് ചോദ്യം. നേരത്തെ കണ്ടതുപോലെ ഡസ് ഹി റൈറ്റ്, ഡസ് ഹി റൈറ്റ്സ് എന്ന് പിന്നെ പറയില്ല. അതുപോലെ ഇവിടെയും ഡസ് ഹി ഹാവ് എന്നേ പിന്നെ പറയുള്ളൂ, ഇല്ലേ? ഹാസിലൂടെ പിന്നെ പറയരുത്, തെറ്റായിരിക്കും. ഡസ് ഹി ഹാവ് എ ഹൗസ്, ഡസ് ഹി ഹാവ് എ ഹൗസ്, ഡസ് ഹി ഹാവ് എ ഹൗസ്, ഡസ് ഹി ഹാവ് എ ഹൗസ്. അവനൊരു വീടുണ്ടോ? ഡസ് ഷി ഹാവ് എ ഹൗസ്, അവൾക്കൊരു വീടുണ്ടോ?
ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ നെഗറ്റീവ് ആണ് നേരത്തെ കണ്ടതുപോലെ ഹി ഡസിൻ റൈറ്റ്, അവൻ എഴുതാറില്ല. ഹി ഡസിൻ റൈറ്റ്സ് എന്ന് പറയില്ല, ഹി ഡസിൻ റൈറ്റ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഹി ഡസിൻ ഹാവ് എ ഹൗസ്, അവനൊരു വീടില്ല. ഹി ഡസിൻ ഹാവ് എ ഹൗസ്, അവനൊരു വീടില്ല. ഷീ ഡസിൻ ഹാവ് എ ഹൗസ്, അവൾക്കൊരു വീടില്ല. രാജു ഡസിൻ ഹാവ് എ ഹൗസ്, രാജുവിന് ഒരു വീടില്ല. അതേപോലെ ഇതെല്ലാം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. നാലാമത്തെ വാചകം ഏതാണ്? നെഗറ്റീവ് ചോദ്യം. അവനൊരു വീടില്ലേ, അവൻ എഴുതാറില്ലേ, ഓർക്കുന്നുണ്ടോ? ഡസിൻ ഹി റൈറ്റ്, ഡസിൻ ഹി റൈറ്റ്സ് എന്ന് പറയില്ല, നേരത്തെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ഡസിൻ ഹി ഹാവ് എന്ന് പറയണം, ഡസിൻ ഹി ഹാസ് അല്ല. ഡസിൻ ഹി ഹാവ് എ ഹൗസ്, ഡസിൻ ഹി ഹാവ് എ ഹൗസ്, അവനൊരു വീടില്ലേ. ഡസിൻ ഷി ഹാവ് എ ഹൗസ്, അവൾക്കൊരു വീടില്ലേ. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ചിലവർ ഇവിടെ ഇങ്ങനെ പറയാറുണ്ട്, ഹാസ് ഹി എ കാർ, അവനൊരു കാറുണ്ടോ, ചോദ്യം. പക്ഷെ ഇത് നല്ല ഇംഗ്ലീഷ് അല്ല, ഇത് നല്ല ഇംഗ്ലീഷ് അല്ല. നമ്മൾ ഇങ്ങനെ ചോദിച്ചാൽ ഡസ് ഹി ഹാവ് എ കാർ, ഡസ് ഹി ഹാവ് എ കാർ എന്ന് ചോദിച്ചാൽ മതി. ഹാസ് ഹി എ കാർ അങ്ങനെ ചോദിക്കാറുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇംഗ്ലീഷ്, അത് നല്ല ഇംഗ്ലീഷ് അല്ല, അത് വിട്ടുകളഞ്ഞേക്കുക. അതുപോലെ ഇവിടെയും ഇവിടെ ഇതുപോലെ പറയാറുണ്ട്, ഹി ഹാസ് നോ കാർ, അത് നല്ല ഇംഗ്ലീഷ് അല്ല, നമ്മൾ അങ്ങനെ ഉപയോഗിക്കേണ്ട. ഹി ഡസിൻ ഹാവ് എ കാർ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ ഒഴുക്ക് വരികയുള്ളൂ. ആളടുത്ത് വേണമെന്നില്ല, വീഡിയോ കോൾ ചെയ്ത് നമ്മൾ ഈ വാചകം ആവർത്തിക്കുക. മലയാളം അതിന്റെ ഇംഗ്ലീഷ് 10 പ്രാവശ്യമെങ്കിലും ഓരോ വാചകവും പറയണം. അതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ പഠിക്കുക. നിവർബിന്റെ ലിസ്റ്റ് വരുന്നുണ്ട്, മുൻപ് കണ്ടുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് തന്നെയാണ്. എല്ലാ ദിവസവും കുറച്ച് വേർബ്സെങ്കിലും പഠിക്കണം, അർത്ഥം പഠിക്കണം, പ്രൊനൗൺസിയേഷൻ പഠിക്കണം, ഓക്കെ, ഉച്ചാരണം പഠിക്കണം. ഈ 4 ഫോംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം.
ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു, 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിലെ 10ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണ് ഇംഗ്ലീഷില്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ 3 പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അപ്പൊ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറലാണ്, സിംഗുലർ ആണ് രണ്ടാമത്. സാറിന് എസ് ഉണ്ടാവും, അല്ലെങ്കിൽ IES എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. റൺ, റാൻ, റൺ. കം, കെയിം, കം. become, became, become. overcome, overcame, overcome. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളുടെയൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, വി ഷാൽ സ്റ്റാർട്ട്. amuse, amused, amused. appreciate, appreciated, appreciated. battle, battled, battled. chalk, chalked, chalked. concentrate, concentrated, concentrated. disappear, disappeared, disappeared. educate, educated, educated. empty, emptied, emptied. exist, existed, existed. learn, learned, learned. form, formed, formed. guide, guided, guided. grab, grabbed, grabbed. grin, grinned, grinned. divide, divided, divided. enter, entered, entered. lick, licked, licked. miss, missed, missed. mix, mixed, mixed. peel, peeled, peeled. listen, listened, listened. name, named, named. separate, separated, separated. serve, served, served. water, watered, watered. ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഇവ പ്രത്യേകിച്ച് പഠിക്കണം, ഉച്ചാരണം പഠിക്കണം, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുന്നത് എഴുതാൻ സഹായിക്കും. അർത്ഥവും ശരിക്കും പഠിക്കണം. പിന്നെ ചില വെർബുകൾക്ക് പ്രത്യേകതകളൊക്കെ ശ്രദ്ധിക്കണം. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോ IES എന്നൊക്കെ കൂടി ചേർത്തിട്ടുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. Okay, all the best.